സിംപ്ലിഫൈ എന്നോ അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് എന്നോ തരാം ഈ ക്വസ്റ്റ്യൻ. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഫൈൻഡ് ഡെറിവേറ്റീവ് എന്നും വരാം. അപ്പോൾ എന്തായാലും നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യുക. s/2 എന്ന് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ s/2 എന്ന് കിട്ടണം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റിലെ നമ്മൾ √1 + sin x നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ട്. sin² x + cos² x എന്ന് പറഞ്ഞാൽ 1. sin² s/2 + cos² s/2 ആണെങ്കിൽ 1 ആണ്. അപ്പോൾ നമ്മൾ 1ൻ്റെ സ്ഥാനത്ത് അതാണ് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ട്. sin 2x എന്നും പറഞ്ഞ് പഠിച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ട്. 2sin x cos x. ഇവിടെ 2xൻ്റെ സ്ഥാനത്ത് x ആണെങ്കിൽ എന്താ വരുന്നത്? sin x = 2sin x/2 cos s/2. അപ്പോൾ ഈ രണ്ട് റിസൾട്ടാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. നമുക്കറിയാവുന്ന രണ്ട് റിസൾട്ടാണ്. sin² x/2 + cos² s/2 1ൻ്റെ സ്ഥാനത്തും sin xൻ്റെ സ്ഥാനത്ത് 2sin x/2 cos s/2. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ a+b² എന്ന ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റൂട്ട് എടുത്തു കഴിയുമ്പോൾ a+b എന്നുള്ള ഫോമിലേക്ക് മാറി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. റൂട്ടിനകത്തുള്ള 1ൻ്റെ സ്ഥാനത്ത് നമ്മൾ ഫസ്റ്റിലേക്ക് കൊടുക്കാൻ പോകുന്നത് sin² x/2 + cos² x/2 1ൻ്റെ സ്ഥാനത്ത് കൊടുത്തു. ഇനി sin xൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? 2sin x/2 × cos s/2. അപ്പോൾ ഇത് ഏത് ഫോമിലേക്ക് മാറി? a+b² എന്നുള്ള ഫോമിലേക്ക് മാറി. a+b² എന്ന് പറഞ്ഞാൽ a² + b² + 2ab. അപ്പോൾ എയുടെ സ്ഥാനത്ത് ഞാൻ കോസ് ആണ് കൊടുക്കുന്നത്. എന്തിനാണെന്നത് പിന്നീട് പറയാം. ബിയുടെ സ്ഥാനത്ത് സൈന് കൊടുക്കുന്നു. b². ഇത് 2ab എന്നുള്ള ഫോമിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? നമുക്കറിയാം a² + b² + 2ab എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? a+b² എന്നാണ് വരുന്നത്. ഇവിടെ നമ്മുടെ എയുടെ സ്ഥാനത്ത് കോസ് എന്ന് എടുത്താൽ മതി കേട്ടോ. കോസ് s/2 എന്നും ബിയുടെ സ്ഥാനത്ത് സൈൻ x/2 എന്നും എടുക്കാം. എയും ബിയും നമുക്കിങ്ങനെ എടുക്കുകയാണെങ്കിൽ = റൂട്ടിനകത്ത് ഇടാൻ പോകുന്നത് കോസ് s/2 a + b. ബിയുടെ സ്ഥാനത്ത് സൈൻ s/2 2. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോൾ അത് തന്നെ കിട്ടുമെന്ന് നോക്കിക്കേ. എയുടെ സ്ഥാനത്ത് കോസ്, ബിയുടെ സ്ഥാനത്ത് സൈന്. സ്ക്വയർ റൂട്ടിനകത്ത് √ ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം ഇത് രണ്ടും കൂടി ക്യാൻസലായിട്ട് അതിൻ്റെ റൂട്ട് പോയി കിട്ടും. കണ്ട സ്ക്വയർ ഉണ്ട്, റൂട്ടിനകത്താണ് സ്ക്വയർ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ cos s/2 + sin s/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് √1 + sin x പകരമാണ് ഇത് കിട്ടിയത്. അതുപോലെ √1 - sin x പകരം എന്ത് കിട്ടും? cos s/2. ഇവിടെ പ്ലസിൻ്റെ സ്ഥാനത്ത് മൈനസ് വരും. അപ്പോൾ അത് കൂടി നമുക്ക് ചെയ്യാതെ തന്നെ അത് എഴുതാൻ പറ്റും. √1 - sin x നമുക്കപ്പോൾ cos s/2 - sin s/2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ പ്ലസ് ആണ് വന്നത്, ഇവിടെ മൈനസ് വരും. അപ്പോൾ ഇത് റിസൾട്ടുകൾ നമുക്ക് ഇതിൻ്റെ എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ വരുന്നതെന്ന് നോക്കാം. √1 + sin x വാല്യൂ എഴുതി, 1 - sin x വാല്യൂ എഴുതി, 1 + sin x വാല്യൂ, 1 - sin x വാല്യൂ. ഇവിടെ ഏതൊക്കെ ക്യാൻസലായി പോകും? ഈ sin x/2 sin x/2 ക്യാൻസലായി പോയതിന് ശേഷം ബാക്കി വരുന്നത് cos s/2 ആണ്. cos s/2 + cos s/2. എത്ര cos s/2 ഉണ്ട്? 2 cos s/2 വരും. അപ്പം നമുക്ക് വരുന്നത് മുകളിൽ വരുന്നത് cot ഇൻവേഴ്സ് 2 cos s/2. s/2 2 തവണ വരുന്നുണ്ട്. ആഡ് ചെയ്ത് എഴുതുമ്പോൾ 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഈ സൈനിൻ്റെ ടേംസ് ക്യാൻസലായിപ്പോയി. താഴെ ഇതുപോലെ മൈനസ് കിടപ്പുണ്ട്. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും. അപ്പോൾ ക്യാൻസലായി പോകുന്ന ടേംസാണ് cos s/2 മൈനസും cos s/2 ക്യാൻസലായി പോകും. ഈ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 മൈനസ് കൊണ്ട് പ്ലസ് ആവും. അപ്പോൾ ഇവിടെ വരുന്ന ടേംസ് sin s/2 ആണ് വരുന്നത്. 2 sin s/2 എന്ന് വരും. അപ്പോൾ ഇവിടെ 2 ക്യാൻസലായി പോവും. ബാക്കി വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോട്ടെന്നാണ്. അപ്പോൾ കോട്ട് x/2 എന്ന് എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ കോട്ടുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. കോട്ട് ഇൻവേഴ്സും കോട്ടും കൂടി ക്യാൻസലാക്കാം. ഇൻവേഴ്സ് ആണല്ലോ ഇത്. കോട്ട് ഇൻവേഴ്സും കോട്ടും കൂടി ക്യാൻസലായി ബാക്കി വരുന്നത് s/2. നമുക്ക് ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കോസ് മുകളിൽ വരാൻ വേണ്ടിയിട്ടാണ്
ഇവിടെ കോസ് എസ് ബൈ ടു പ്ലസ് സൈൻ എസ് ബൈ ടു എന്ന് എഴുതി. തിരിച്ചെഴുതിയാലും കറക്റ്റാണ്, പക്ഷെ നമ്മളിവിടെ എഴുതിയത് കോസാണ് ആദ്യം. കോസ് ബൈ സൈൻ എന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോസ് എസ് ബൈ ടു പ്ലസ് സൈൻ എസ് ബൈ ടു എന്നുള്ള ഫോമിലേക്ക് ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ കോട്ട് ഇൻവേഴ്സിൻ്റെ സ്ഥാനത്ത് ടാൻ ഇൻവേഴ്സ് ആയിരുന്നെങ്കിൽ സൈൻ എസ് ബൈ ടു പ്ലസ് കോസ് എസ് ബൈ ടു എന്നുള്ള ഫോമിൽ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്.